വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെ മാറണം, അങ്ങനെ മാറിയില്ലെങ്കിൽ അവരെ മാറ്റാൻ ആരാണ് അർഹതപ്പെട്ടത്, എന്തൊക്കെയാണ് പൊതുസമൂഹവും സർക്കാരും ചെയ്യേണ്ടത് എന്നതിലേക്ക് കൂടി ചർച്ചയെ വിന്യസിക്കാം. തീർച്ചയായും ഷിജു ഖാൻ, അതായത് ഈ രീതിയിലേക്കുള്ള ഒരു സമരമാർഗം നാളെ കാട്ടിയാൽ എന്തെങ്കിലും താക്കീത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് നൽകാനുണ്ടോ? ഈ ഘട്ടത്തിൽ ജനങ്ങൾ ഇത് കാണുകയാണ്, അവർ വല്ലാത്ത അശാന്തരാണ് ഈ വിഷയങ്ങളിലൊക്കെ. 1200 കോളേജുകളിലെ പ്രതിനിധീകരിക്കുന്ന മാനേജ്മെന്റുകളാണ് ഇങ്ങനെ ഒരു ധിക്കാരപരമായ പ്രഖ്യാപനം നടത്തിയത് എന്നാണ് ഞാൻ വാർത്തകളിലൂടെ മനസ്സിലാക്കുന്നത്. 3.5 കോടി മലയാളികൾ ഈ സംസ്ഥാനത്ത് ജീവിക്കുന്നുണ്ട്. 3.5 കോടി മലയാളികളുടെ മുന്നിലേക്കാണ് ഈ ധാർഷ്ട്യവും ധിക്കാരവും ഇത്തരം മാനേജ്മെന്റുകൾ ചൊരിയുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും മെഡിക്കൽ കോളേജുകളിലെയും സ്വാശ്രയ കോളേജുകളിലെ ആകെയും വിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്താനും അവിടെ കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാനുമുള്ള മാനേജ്മെന്റുകൾ ഇപ്പോൾ ചെയ്യുന്നത് പീഡന വീരന്മാർക്ക് പിന്തുണ കൊടുക്കുന്ന, കോൺസെൻട്രേഷൻ ക്യാമ്പ് സംസ്കാരങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ്. ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലുള്ള ആളുകൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, ഇത് ആരാണ് ആഹ്വാനം ചെയ്തത് എന്നത്. ഇനിയിപ്പോ ആരാഹ്വാനം ചെയ്താലും ഇത് കേരളീയ സമൂഹം അംഗീകരിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഒരു സ്ഥാപനം, ഒരു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് നിലനിൽക്കുന്നത് ആ സ്ഥാപന ഉടമയുടെ ഭരണപരമായിട്ടുള്ള ഒരു നിലപാടിന്റെ ഭാഗം മാത്രമല്ല. സർവകലാശാലയാണ് ആ സ്ഥാപനത്തിന് അഫിലിയേഷൻ കൊടുക്കുന്നത്. ഗവൺമെന്റാണ് ആ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള നയപരമായ തീരുമാനമെടുക്കുന്നത്. ആ സ്ഥാപനത്തിലെ കോഴ്സുകളുടെ ഘടന തീരുമാനിക്കുന്നത്, അവിടുത്തെ സിലബസ് ക്രമീകരിക്കുന്നത് എല്ലാം ഉത്തരവാദിത്തപ്പെട്ട സർവകലാശാലയാണ്. അപ്പോ സർവകലാശാലയും സർക്കാരും ഒക്കെ ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ് തങ്ങൾ സ്വന്തമായി സ്ഥാപനം പൂട്ടിയിടും, തങ്ങളിൽ ഒരുവനെ പോലീസ് പിടിച്ചാൽ, തങ്ങളിൽ ഒരുവൻ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി നിയമ നടപടിക്ക് വിധേയമായാൽ ഞങ്ങൾ ഭീഷണിയുമായി രംഗത്ത് വരും എന്നൊന്നും പറയുന്നത് ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്കറിയാം, വിദ്യാർത്ഥികൾ ഏതെങ്കിലും ന്യായമായ വിഷയത്തിൽ ഒരു പഠിപ്പ് മുടക്ക് സമരം നടത്തിയാൽ ആ വിദ്യാർത്ഥികളെ മുഴുവൻ വേട്ടയാടാൻ, പീഡിപ്പിക്കാൻ താല്പര്യമെടുക്കുന്ന, അഹോരാത്രം പണിപ്പെടുന്നവരാണ് കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെന്റുകൾ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരായി കോടതിയിൽ ചെന്ന് കോടതി വിധി സമ്പാദിക്കാൻ വല്ലാതെ താല്പര്യം കാണിക്കുന്നവരാണ് സ്വാശ്രയ കോളേജ് മാനേജ്മെന്റുകൾ. എന്നാൽ ഇപ്പോ അവർ തന്നെ ഞങ്ങൾ കോളേജുകൾ അടച്ചിടും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ആക്രോശത്തെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുക? ഇനി രണ്ടാമത്തെ കാര്യം, ഇത്തരം കേസുകളിലെ കക്ഷികളോട് കോടതികൾ പുലർത്തേണ്ടുന്ന ഒരു സമീപനമുണ്ട്. നമുക്കറിയാം, കുറച്ചു കാലം മുമ്പ് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന ശ്രീ ബാലി സ്വാശ്രയ കോളേജുകളുടെ സ്വീകരണം ഏറ്റുവാങ്ങുകയും അവരുടെ വിരുന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നതിന്റെ വാർത്തകൾ അന്ന് SFI മുഖമാസികയായിട്ടുള്ള സ്റ്റുഡന്റ് കേരളീയ സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തുകയുണ്ടായി. നമ്മളന്ന് വലിയ പ്രതിഷേധമാണ് കേരള സമൂഹത്തിൽ ഉണ്ടായത്. വിദ്യാർത്ഥികൾ മാത്രമല്ല, അഭിഭാഷകരായിട്ടുള്ളവർ, നീതിന്യായ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അവരൊക്കെ ശക്തിയുക്തം വാദിച്ചത് ഇത്തരത്തിലുള്ള ക്രിമിനലുകളുമായി, ഇത്തരം കേസിലെ പ്രതികളുമായി നമ്മുടെ നീതിന്യായ പീഠങ്ങൾ യാതൊരു വിധത്തിലുള്ള അനുഭാവപൂർണമായ സമീപനവും സ്വീകരിക്കാൻ പാടില്ല. ഇവിടെ കൃഷ്ണദാസ് എന്തൊക്കെയാണ് ചെയ്തത് നമുക്കറിയാം. നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത് ചിലരിവിടെ സൂചിപ്പിച്ചു, ക്രൂരമായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ ആക്രമിക്കുകയാണ്. ജിഷ്ണു പ്രണവിയെ മാത്രമല്ല, അതാണ് അതിലേക്ക് തന്നെയാണ് ശ്രീ ശിവൻ മഠത്തിൽ. അതായത് ഷിജു ഖാൻ പറഞ്ഞു, അത്തരത്തിലൊരു കാര്യത്തെയും അനുവദിക്കുന്ന ഒന്നും രാഷ്ട്രീയമായി ഞങ്ങൾക്ക് സാധിക്കില്ല എന്നും പറഞ്ഞു. ഒരുപക്ഷെ വലിയ തമാശ അതല്ല. അതായത് FIR-ൽ ചേർത്തപ്പോൾ 164 രഹസ്യമൊഴി അടക്കമുള്ളവയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഴയന്നൂർ പോലീസ് ആദ്യം ഇത് കേസ് എടുത്ത സമയത്ത് ചേർത്തില്ലെന്നേ ഉള്ളൂ. അതേ മൊഴി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷെ അതിനകത്തുനിന്ന് കൂടുതൽ ആൾട്ടർനേഷൻ അല്ലെങ്കിൽ പുരോഗതി രൂപപ്പെട്ടത് റിമാൻഡ് റിപ്പോർട്ടിലാണെന്നേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരേ കേസിനെ സംബന്ധിച്ച് ഇന്ന് മുൻകൂർ ജാമ്യം റദ്ദാക്കണോ എന്ന് ചോദിച്ചപ്പോൾ പ്രതിഭാഗം പറഞ്ഞു ജാമ്യം റദ്ദാക്കണ്ട, പക്ഷെ നാളെ ഞങ്ങൾ പുതിയ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നുണ്ട് എന്ന്. അതായത് ഹൈക്കോടതിയിൽ ഒരേ കേസ് സംബന്ധിച്ച് ജാമ്യാപേക്ഷ 2 ഘട്ടം, വടക്കാഞ്ചേരി കോടതിയിലും ഇരിക്കുന്നു, ഹൈക്കോടതിയിലും ഇരിക്കാൻ പോകുന്നു. ഇതൊരു ഇറഗുലാരിറ്റി ആണെന്നാണ് പൊതുവെ നിയമവിദഗ്ധർ പറയുന്നത്. അത്തരത്തിൽ ഉള്ള ഇറഗുലാരിറ്റീസ് ഒന്നും നമ്മുടെ നിയമപീഠങ്ങൾക്ക് ബാധകമാകുന്നില്ല എന്ന് ജനം കാണുകയാണ്. അതായത് നീതി നടപ്പായാൽ പോരാ, നടപ്പാകുന്നു എന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടാകണം എന്നല്ലേ നിങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അത്തരം ചോദ്യങ്ങൾ നമ്പർ 1 ആയി എത്തുന്നു. 2, പല നൈതികതയുടെയും പേരിൽ ജഡ്ജിമാർ കേസിൽ നിന്നും മാറാറുണ്ട്, സ്വമേധയാ മാറാറുണ്ട്. അതൊരു നൈതിക പ്രശ്നമാണ് എന്നതിൻ്റെ അർത്ഥത്തിൽ.
ഇവിടെ ജിഷ്ണുവിൻ്റെ അമ്മ ഇത്തരത്തിലൊരു പരാതി കൊടുത്ത സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ജഡ്ജി പിന്മാറേണ്ടതല്ലേ? വ്യക്തിയിലേക്ക് പോകണ്ട, ആ സംവിധാനത്തെ മുഴുവനായി താങ്കൾക്ക് നൈതികമായി സമീപിക്കാമല്ലോ ഈ ഘട്ടത്തിൽ ശ്രീ ശിവൻ മഠത്തിൽ. ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ ഒരു സാഹചര്യത്തിൽ പറയുന്നത് അഭിഭാഷകൻ എന്ന നിലയിൽ ചില പരിമിതികൾ എനിക്കുണ്ട്, ഇരിക്കുന്ന വിഷയമായതുകൊണ്ട്. എന്തായാലും ശ്രീ ഭാസുരേന്ദ്രൻ ബാബുവും അതുപോലെ ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാം അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. ഞാൻ അതിനോട് പൂർണ്ണമായി വിയോജിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, നൈതികതയെക്കുറിച്ചുകൂടെ സംസാരിച്ചതുകൊണ്ട്, ഒരു ന്യായാധിപൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾ അതിൻ്റെ മെറിറ്റ് നോക്കി ആ തീരുമാനമെടുക്കുന്നതിന് മറ്റ് ബാഹ്യ ബന്ധങ്ങളോ അല്ലെങ്കിൽ ബാഹ്യ ഇടപെടലുകളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, പാലക്കാട് ബാർ കൗൺസിലും സ്വാശ്രയ മാനേജ്മെൻറ്റും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിൽ ന്യായാധിപൻ പങ്കെടുത്തു എന്നത് ഒരു കുറ്റകരമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ന്യായാധിപരും അഭിഭാഷകരും ഒക്കെ തന്നെയാണ് ബാർ കൗൺസിൽ പോലുള്ള പ്രസ്ഥാനങ്ങൾ, അഭിഭാഷക അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇതുപോലുള്ള മാനേജ്മെൻറ്റുകൾ ബന്ധപ്പെട്ടുകൊണ്ടും നിയമത്തെക്കുറിച്ചും മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ ന്യായാധിപർ പങ്കെടുക്കുന്നത് തെറ്റില്ല. പക്ഷേ ആ വ്യക്തിപരമായ അദ്ദേഹത്തിന് എന്തെങ്കിലും അതിനകത്തൊരു താല്പര്യമോ അല്ലെങ്കിൽ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും, ഉദാഹരണം പറഞ്ഞാൽ ഈ പറഞ്ഞ നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ നിയമപരമായ കാര്യങ്ങളിൽ ന്യായാധിപൻ അഭിഭാഷകനായിരുന്ന സമയത്ത് കേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ അത് വരുമ്പോൾ എടുക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണെങ്കിൽ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുവെങ്കിൽ സാധാരണ നൈതികത പേരിൽ, പ്രൊപ്പറേറ്ററി പേരിൽ നമ്മൾ എന്ത് ചെയ്യും, ആ കേസ് എടുക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു വിലയിരുത്തലിൽ എന്ത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ജിഷ്ണു പ്രണോയുടെ അതാണ് തീർച്ചയായും ആ പരിമിതി താങ്കളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് താങ്കൾ പറയുകയും ചെയ്തു. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു, നമ്മൾ സമയപരിമിതി കൊണ്ട് ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഈ ഘട്ടത്തിൽ. അതായത് ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുന്നു, ഇങ്ങനെ ഉള്ള ഒരുപാട് അസ്വാരസ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. കണ്ണുകെട്ടി മുമ്പിൽ വരുന്ന സംവിധാനത്തെ മാത്രം തപ്പിത്തടഞ്ഞ് അല്ലെങ്കിൽ അതിലെ കൃത്യത കൊണ്ട് മാത്രം സംവിധാനങ്ങൾ മുമ്പോട്ട് പോകണം എന്ന ഒരു ജുഡീഷ്യൽ സംവിധാനത്തിൽ വല്ലാതെ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് ഇത്രയും സംസാരിച്ചത്. അല്ലെങ്കിൽ അതിൻ്റെ അപമതിപ്പുകൾ എടുത്തു കാണിക്കുകയല്ല, അല്ലെങ്കിൽ അതിനെ അപമതിക്കാനായി ശ്രമിച്ചതുമല്ല. ഇവിടെ നമുക്കതൊക്കെ വിടാം. ഇങ്ങനെ കൂട്ടുത്തരവാദിത്വത്തിൽ ഒരു നിയമ നടപടിയെ നേരിടുന്നു, അതും സമ്പത്തും ഭൂമിയും ഒക്കെ ഉള്ള ഒരു വിഭാഗമാണ് ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യുന്നത്. സമൂഹത്തെക്കുറിച്ച് ഉത്തരവാദിത്വം അവർ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു സമൂഹം, വിദ്യാഭ്യാസ സമൂഹം. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ചില താക്കീതുകൾ ഭരണകൂടത്തിന് ഇവർക്ക് മേൽ നടപ്പാക്കാൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നാളത്തെ ദിവസം ഒരു പക്ഷേ ഇതേ സമയത്ത് എന്ത് നിലപാടുകളാണ് ഇനി ഇതൊക്കെ ആവർത്തിക്കാതിരിക്കാൻ ഭരണകൂടം ചെയ്യേണ്ടത്? അല്ല, ഇതിനകത്ത് വളരെ വ്യക്തമാണ്. 1200 കോളേജുകൾ പൂട്ടിയിടുന്നു എന്ന് വിചാരിക്കുക. ഇല്ലെങ്കിൽ ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞതുമാതിരി മെഡിക്കൽ കോളേജുകൾ അല്ലെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പൂട്ടിയിടുന്നു എന്ന് വിചാരിക്കുക. അത്തരം സ്ഥാപനങ്ങളുടെ മേൽ ശരിക്കും ഇതിൻ്റെ മേൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റിയുടെ മേൽ സർക്കാരുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ അവരിന്ന് വിശദീകരണം തേടുക തന്നെ വേണം. പൂട്ടുന്നെങ്കിൽ പൂട്ടാതിരിക്കാൻ ഇടപെടേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതൊന്ന്. മറുവശത്ത് വേറൊരു കാര്യം നൽകുന്നൊരു സന്ദേശമുണ്ടേ, അങ്ങനെ പൂട്ടിയാൽ അത് നൽകുന്നൊരു സന്ദേശമുണ്ട്. അതെ, ഞാൻ പറയുന്നത് സന്ദേശം വെച്ചാൽ വളരെ കൃത്യമല്ലേ. ഇടിമുറി വേണമെന്ന് വാദിക്കുന്ന മാനേജ്മെന്റ്, ആ മാനേജ്മെന്റിനുമായി ബന്ധിപ്പിച്ച് 2 കേസുകളിലെങ്കിലും പ്രതിസ്ഥാനത്ത് വരുന്ന ചെയർമാൻ, ആ ചെയർമാന് വേണ്ടിയിട്ട് പൂട്ടിയിടുന്നു സ്വാശ്രയ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇടിമുറികൾ വേണം, വിദ്യാർത്ഥി സംഘടന വേണ്ട എന്നൊക്കെയാണല്ലോ. സത്യത്തിൽ ഈ ഗവൺമെന്റ് ഒരു പടി മുന്നോട്ട് പോയിട്ടുണ്ട് അജിംഷാദ്. ഞാൻ പറയുന്നത് ശ്രീ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് മുൻകൈയെടുത്ത് VC-മാരുടെ യോഗം വിളിച്ചുകൂട്ടിയല്ലോ അടുത്ത കാലത്ത്. വിളിച്ചുകൂട്ടിയിട്ട് അതിനകത്ത് വന്ന ഒരു കാര്യം, വിദ്യാർത്ഥി സംഘടനകൾ വേണം എല്ലാ സ്ഥാപനങ്ങളിലും എന്ന സ്റ്റാറ്റ്യൂട്ടിലേക്ക് വരുന്നു. അങ്ങനെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ തുറന്ന ഒരു ഗവൺമെന്റാണിത്. അപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ പോലും അസഹ്യമായി തീരുന്ന ഒരു ജനാധിപത്യ വിരുദ്ധ പരിസരത്തിലാണ് നെഹ്റു കോളേജ് എന്ന പേരും ഇട്ട്, നേരത്തെ ഷഫീർ പറഞ്ഞ മാതിരി ഹിറ്റ്ലർ കോളേജ് എന്ന പേര് ഇടേണ്ടിയിരുന്നത്, ആ അർത്ഥത്തിലുള്ള രീതികൾ സ്വീകരിക്കുന്നത്. അത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഉയർന്ന ജനാധിപത്യ ബോധത്തിന് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു കാര്യമല്ല. സർക്കാരും സർവകലാശാലയും അടിയന്തരമായി ഇടപെടണം. ഒന്ന്. മറ്റൊന്ന്, കോടതികളുടെ സമീപനം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാനാവില്ല. കാരണം ഈ മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പോലീസുകാരൻ അറിയാവുന്നത് ജീവിതകാലം മുഴുവൻ അല്ലല്ലോ മുൻകൂർ ജാമ്യം. ഒരു കേസിനാണ് മുൻകൂർ ജാമ്യം. മറ്റൊരു കേസിന് ഈ മുൻകൂർ ജാമ്യം എന്തുകൊണ്ട് ആപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്ന ഒരു ജഡ്ജിന്റെ ഇല്ലിറ്ററസി ഉണ്ടല്ലോ. അത് സംശുദ്ധമാണെന്നോ അത് നിഷ്കളങ്കമാണെന്നോ
കരുതാനുള്ള വിഡ്ഢിത്തമൊന്നും മലയാളിക്കില്ല. ഇല്ല, തീർച്ചയായും. ഷഫീർ, അവസാനമായി. അല്ല, ഇതിനകത്ത് പറഞ്ഞുതരാം. സാധാരണഗതിയിൽ ഒന്നാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുണ്ടാവുമല്ലോ. മുൻകൂർ ജാമ്യം കൊടുക്കുമ്പോൾ അതിനകത്ത് ശിവൻ മഠത്തിൽ സാറിനൊക്കെ അറിയാം, രണ്ടാമത് ജഡ്ജിമാർ എഴുതുന്ന കണ്ടീഷൻ എന്താണെന്ന് അറിയാമോ? മറ്റൊരു തരത്തിലുള്ള ക്രൈം ഈ അന്വേഷണ കാലയളവിൽ സഹകരിക്കുന്നതോടൊപ്പം തന്നെ ഈ കുറ്റപത്രത്തിൽ പേര് വന്ന സ്ഥിതിക്ക് മറ്റൊരു കേസ്, ഒരു പെറ്റി കേസിൽ പോലും പ്രതിയാകാൻ പാടുള്ളതല്ല. പ്രതിയായാൽ ഈ SK ഷാജി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയപ്പെടുന്ന ഡിസിഷൻ അനുസരിച്ചുകൊണ്ട് ജാമ്യം റദ്ദ് ചെയ്യാൻ കൺസേൺ മജിസ്ട്രേറ്റിന് കഴിയുമെന്ന് ഹൈക്കോടതിയുടെ റെലവൻസ് ഉത്തരവുകളുണ്ട്. മഠത്തിൽ സാറിനൊക്കെ അറിയാം. ഇവിടെ ജിഷ്ണു പ്രാണോയുടെ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയ ആള് സഹീർ ഷൗക്കത്തലിയുടെ കേസിൽ പ്രതിയാവുന്ന ഒരൊറ്റ കാരണത്താൽ തന്നെ ഒന്നാമത്തെ കേസിന്റെ ജാമ്യവും റദ്ദ് ചെയ്യാം, ഈ കേസിൽ പിടിച്ച് അകത്തൂടാം. അതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ട്, കൃഷ്ണദാസിനെ പോലുള്ള മാനേജർമാരെ നിങ്ങൾ ആരെയാണ് നിങ്ങൾ വിരട്ടുന്നത്? നിങ്ങൾ സർക്കാരിനെ വിരട്ടണ്ട, കാരണം പാവപ്പെട്ട കുട്ടികളെ നിങ്ങൾ വിരട്ടണ്ട. നിങ്ങൾ കാലാകാലങ്ങളിൽ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഏതെങ്കിലും നേതാക്കന്മാരെ PROമാരായിട്ടോ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലെ ആളുകളായിട്ടോ അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പൽമാരായിട്ടോ നിങ്ങൾ നിയമിക്കും. എന്തിനാണ്? സർക്കാരിൻ്റെ എയ്ഡും കിട്ടണം, പ്രതിപക്ഷത്തിൻ്റെ എയ്ഡും കിട്ടണം. അങ്ങനെയാണ് ഈ കൃഷ്ണദാസ് പോലുള്ള മാനേജർമാർ ഇവിടെ തഴച്ചു വളർന്നത്. ഞാൻ ഇപ്പോഴും പറയാം, ഉത്തരവാദിത്തോടു കൂടി CPMൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങളുടെ ആരെങ്കിലും ഏതെങ്കിലും സ്വാശ്രയ ഇടിമുറി കോളേജുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് സഹായം കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പാർട്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, അത് സർക്കാരിൻ്റെ എയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ്. ഒരു ഭാഗത്ത് CPMൻ്റെ ആളുകളെയും വെക്കും, മറ്റേ ഭാഗത്ത് കോൺഗ്രസ് നേതാവിന്റെ ആളുകളെയും വെച്ചുകൊണ്ട് നടത്തുന്ന ഈ കച്ചവടമുണ്ടല്ലോ. വളരെ ആർജവത്തോടുകൂടി പോലീസ് കൃഷ്ണദാസിനെ കുടുക്കാനായി നീക്കിയ നീക്കത്തെ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഈ ഘട്ടത്തിൽ അംഗീകരിക്കണം. അല്ല, ഒരു കാര്യം, അല്ല, ഈ കേസിൽ രണ്ടാമത് ഈ ഇളവന്നൂർ പോലീസ് സ്റ്റേഷൻ കേസിൽ, ഇളവന്നൂർ എന്നല്ലേ, പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ അക്കാര്യത്തിൽ തൻ്റെ ഇടം കാണിച്ചു, ആണത്തം കാണിച്ചു. അവരെ ഞാൻ അംഗീകരിക്കുക. അവർ സെക്ഷൻ ആൾട്ടർ ചെയ്തുകൊണ്ട് കൊടുത്തു. ഒരു മജിസ്ട്രേറ്റിനും ഒരു ജഡ്ജിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അറിയോ, ഒരു ജാമ്യാപേക്ഷയുടെ മേൽ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി. മൊഴി 164 സ്റ്റേറ്റ്മെന്റിൽ പോലും പറയാത്ത കാര്യങ്ങൾ രണ്ടാമത് ഞങ്ങളോട് അഡീഷണൽ ആയിട്ട് മൊഴി തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മൊഴി പോരാ, ആ മൊഴിയോടൊപ്പം ഒരു അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് കൂടി എഴുതി വാങ്ങി ഇതിനകത്ത് വെച്ചതിന് ശേഷമുണ്ടല്ലോ, അത് വെച്ചതിന് ശേഷം കോടതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല ഈ ജഡ്ജി. ചെക്കക്കാരൻ എന്താ രണ്ടാമത് വന്നിട്ട് മൊഴി വന്നു, ഞാൻ ആദ്യത്തെ വെപ്രാളത്തിനിടയിൽ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, അന്ന് എന്നെ തട്ടിക്കൊണ്ട് തീർച്ചയായും ഇത് ക്ഷുഭിത യൗവനത്തിന്റെ വാക്കുകളായി കാണരുത്, മറിച്ച് കുറ്റകരമായ ഇത്തരത്തിലെ അസ്വാഭാവികതകൾ എല്ലാ മേഖലകളിലും രൂപം കൊള്ളുമ്പോൾ രൂപപ്പെടുന്ന അസ്വസ്ഥതകളാണ്. തീർച്ചയായും ഇതിന് പരിഹാരം കാണാൻ ഒന്നാം നമ്പർ ബാധ്യത സർക്കാരിനുണ്ട്, തീർച്ചയായും ഭരണകൂടത്തിനുണ്ട്. ആ പ്രതീക്ഷയോടുകൂടി തന്നെ നീങ്ങുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ കൊച്ചി നാവികസേനാ വിമാനത്താവളത്തിൽ ഹെലികോപ്റ്റർ ഇടിച്ചിറക്കി. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററാണ് നിലത്തിടിച്ചിറക്കിയത്. വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്റർ ഉയർന്നു പൊങ്ങിയ ഉടൻ എതിർദിശയിൽ വന്ന പക്ഷിയെ ഇടിക്കാതിരിക്കാൻ അടിയന്തരമായി നിലത്തിറക്കുകയായിരുന്നു. വേഗത കൂടിയതിനാൽ തുടർന്ന് ഹെലികോപ്റ്റർ നിലത്ത് ഇടിച്ചിറങ്ങുകയായിരുന്നു. ഹെലികോപ്റ്റർ ഉണ്ടായിരുന്ന 3 പേരും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു.